മനസ്സിലായി? അതൊന്ന് കൺട്രോൾ ചെയ്യാം. പിന്നെ സാമ്പ്രാണിയല്ലാത്ത പുകകളൊക്കെ 3 കെട്ട് വേണം മൂപ്പർക്ക്. കെട്ടിൻ്റെ എണ്ണമൊക്കെ ഒന്ന് കുറച്ച് കുറയ്ക്കൂ. എന്നാലും അതും അല്ലാത്ത വേറെന്തോ ഉണ്ടല്ലോ. ഈ ഈച്ചേനെ കൊതുവിനെ ആട്ടലുണ്ടോ ചേച്ചി? ചൂടനാണ്. അപ്പോൾ തിരിച്ച് അതേമാതിരി കൊതുവിനെ നിങ്ങളും പറ്റില്ലല്ലോ നമുക്ക്. അത് ശരി. അപ്പോൾ പറ്റാണ്ടാവുമ്പോൾ പ്രാകുമില്ലേ? അപ്പോൾ എന്താ അറിയോ, കയ്പയ്ക്ക് നോക്കുമ്പോൾ കാലം തോലം ദുഷ്ടം പറഞ്ഞിട്ടാണ് ഉണ്ടാക്കണതേ. ഇതിങ്ങനെ വിരകിയിട്ട് ഉപ്പേരി ഉണ്ടാക്കി കൊടുക്കുക, ക്യാൻസറേ വരുള്ളൂ, വയറ്റിലെണ്ണേ വരുള്ളൂ. ഒരു സൂത്രം പറഞ്ഞു തരാം, ചെയ്യാൻ സ്വാമിജി. ലേശം വിഭൂതിയോ ഇല്ലെങ്കിൽ തുളസീതളം ഇട്ടിട്ട് വെള്ളം ഒന്ന് ജപിക്കുക. അമ്മേ നാരായണ ദേവി, അത് മതി. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, പദ്ധതി നാരായണ. ഭസ്മം കൂടുതലാക്കണ്ടെന്നറിയോ? സ്വാമി പറഞ്ഞിട്ട് കൂടോത്രം ചെയ്യുക എന്നുള്ള തെറ്റിദ്ധാരണ വേണം. അങ്ങനെയൊക്കെ ഉണ്ട്. ആളുകൾ പല നിലയ്ക്കും ചിന്ത പോകുമല്ലോ. എന്നിട്ട് അതിലത്തെ വെള്ളവും കൂടി ആഹാരം ചെയ്യുന്നതിലേക്ക് ഉപയോഗപ്പെടുത്തിയിട്ട് അമ്മയോട് പ്രാർത്ഥിക്കുക, എൻ്റെ കുട്ടികളുടെ അച്ഛന് നല്ല ബുദ്ധി കൊടുക്കണേ, ഈ തർക്കിക്കാനും ഇടാപടുണ്ടാക്കാനുള്ള ചിന്തയൊന്നും ഉണ്ടാവരുതേ, ഞാൻ ഈ കഴിക്കണോണ്ട് തൃപ്തി ഉണ്ടാവണേ, ഞാൻ ഈ കൊടുക്കണ കഞ്ഞിൻ്റെ വെള്ളം അല്ലാത്ത വെള്ളത്തിലേക്കൊന്നും തൃപ്തി തോന്നരുതേ എന്നൊക്കെ പ്രാർത്ഥിച്ചോളൂ. അതെ, ഫലപ്രദമായി എന്ന് പറയണം. അടുത്ത വർഷം അത് വെറും കഥയല്ല, ശർമാജിയോട് ചോദിച്ചാൽ പറയാം, അനുഭവമാണ്. അടുത്ത കൊല്ലം നമ്മൾ സപ്താഹത്തിന് പോകുമ്പോൾ മൂപ്പര ആ വളവൊക്കെ നിന്ന് ആളൊക്കെ അങ്ങനെ നൂർന്ന് ഒരു ഡബിൾ വേഷ്ടി, ഒരു തോർത്ത്, ലേശം പൈസ, പഴമൊക്കെ പാടെ കൂടിയിട്ട്, പഴം പറഞ്ഞു അണ്ടിപ്പരിപ്പൊന്നുമില്ല കേട്ടോ, ചാരപ്പൂവൻ, അത് പിന്നെ അവരവിടെ ഉണ്ടായതാണ്, വളടാണ്ട് ഉണ്ടാക്കിയതാ സ്വാമി എന്ന് പറഞ്ഞു. ഏതായാലും ഒരു ചേർപ്പ് ചാരപ്പൂവനും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന് കണ്ട് നമസ്കരിച്ചു എന്ന് പറയുകയാണ്. അപ്പോൾ അനുഭവമാണ്. മനസ്സിൻ്റെ ഭാവന കൊണ്ട് എല്ലാം മാറ്റിയെടുക്കുവാൻ സാധിക്കും. അപ്പോൾ ആദ്യത്തെ കുളിയെ പറഞ്ഞു, അവിടുന്ന് അപ്പോൾ നമ്മൾ നിൽക്കണത്. രണ്ടാമത് എന്തിനാണ് പോണത്? തിരുമ്പി കുളിക്കാൻ വേണ്ടിയിട്ട്. കാരണം വെളുപ്പ് വസ്ത്രങ്ങൾ കഴുകാൻ വേണ്ടി. അപ്പോൾ രാവിലത്തെ ആഹാരമൊക്കെ പാചകം ചെയ്ത് ഒരുക്കിയിട്ട് രണ്ടാമത് പോയി. അപ്പോൾ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ 2 സുന്ദര പുരുഷന്മാർ പുറകെ കൂടിയിട്ട് സുന്ദരി, ക്ലീൻ ഷേവ് ചെയ്തിട്ടുള്ള 2 ചെറുപ്പക്കാർ, തേജസ്വികളാണ്. സൂര്യഭഗവാനെമാതിരി ശോഭിക്കുക. സൂര്യഭഗവാന്റെ മക്കളാ. ആരാത്? അശ്വിനീ ദേവന്മാർ. അവൾ തിരിഞ്ഞു നോക്കി, ആരെയാണെന്നുള്ള അർത്ഥത്തിൽ വീണ്ടും വിളിച്ചു, സുന്ദരി, ദേവലോകത്ത് നിന്നാണോ? മറുപടി പറഞ്ഞില്ല. ഗന്ധർവശ്രീയാണോ? ഞങ്ങൾ കളിയാക്കിക്കൊണ്ട് ചോദിച്ചതല്ല, അറിയാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ അങ്ങനെ ഏകാഗ്നിയായിക്കൊണ്ട് നദിയിൽ സ്നാനം കഴിഞ്ഞ് പോകുന്ന കണ്ടു. ഈ കാട്ടിൽ ഇങ്ങനെ ഒരാളെ കാണുക എന്നുള്ളത് അപൂർവമാണല്ലോ, അതുകൊണ്ട് ചോദിച്ചതാണ്. ഭവതി ആരാ? നമ്മൾ ശവനമുനിയുടെ ധർമ്മപത്നിയാണ്, ശര്യാതി മഹാരാജാവിൻ്റെ പുത്രി. കേട്ടിട്ടുണ്ട്. കണ്ണിന് കാഴ്ചയില്ലാത്ത കാരണവര് ഭാര്യ. കാഴ്ചയിൽ പേരക്കുട്ടിയാവാനുള്ള അതല്ലേ തോന്നുന്നുള്ളൂ. അതിന് മറുപടി പറഞ്ഞില്ല. നിങ്ങൾ സൂര്യപുത്രന്മാരല്ലേ? അശ്വിനി ദേവന്മാർ. അതെ. അച്ഛനെ അറിയോ? അച്ഛനെ അറിയാം. അച്ഛൻ്റെ ആ ഒരു സംസ്കാരവും ക്വാളിറ്റിയും നിങ്ങൾക്ക് കിട്ടിയില്ലല്ലോ. മനസ്സിലായി? സ്വരേരാകൃതി ഭീതാണ്. ഭാവത്തിലും ദൃഷ്ടിയിലും 1-2 ഭാഷയിലും നിർത്തേണ്ടവരെ നിർത്തേണ്ടവിടെ നിർത്താൻ സാധിക്കണം സ്ത്രീകൾക്ക്. അതാണ് കുലസ്ത്രീകളുടെ ധർമ്മം. ഇവർക്ക് ഭയം പിടിച്ചുട്ടോ. അടുത്ത സ്റ്റെപ്പ് എന്തറിയോ? ശാപം വന്നാൽ പണിയായി. അങ്ങനെ സൂര്യഭഗവാൻ പോലും ഉദിക്കാൻ സാധിക്കാതെ 2-3 ദിവസം വിഷമിച്ച കഥകളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കേട്ടറിവുണ്ടവർക്ക്. ഭയമായി എന്ന് പറയാണ്. ഞങ്ങൾ ഒരു പരീക്ഷണത്തിന് വെറുതെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾക്കറിയാം അദ്ദേഹം വലിയൊരു മഹാത്മാവാണ്, അറിയാം, കേട്ടിട്ടുണ്ട്. ഒരു ആഗ്രഹം പറയട്ടെ. എന്താ? അദ്ദേഹത്തിനെ ഒന്ന് ചികിത്സിക്കാനുള്ളൊരു അവസരം ഞങ്ങൾക്ക് തരുമോ? ഞങ്ങൾ ചികിത്സകന്മാരാണ്, ആസത്യന്മാരെന്ന് പറയും, വൈദ്യന്മാരാണ്, ദേവവൈദ്യന്മാരാണ്. അതെനിക്ക് പറയാൻ പറ്റില്ല, അദ്ദേഹത്തിനോട് ചോദിക്കണം. ചോദിച്ചോളൂ, ഞങ്ങൾ നിൽക്കാം, അതുവരെ നിൽക്കാം, വന്നോളൂ എന്നാ പർണശാലയുടെ അവിടെ നിൽക്കാം. വന്നു. അദ്ദേഹത്തിനോട് എല്ലാം പറഞ്ഞില്ല, ഇങ്ങനെ 2 വൈദ്യന്മാരെ കണ്ടു, അവരിങ്ങനെ ആഗ്രഹം പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ചിരിച്ചു. ജ്ഞാനികൾക്കിപ്പോൾ ഒന്നും മറവില്ല, അവരെല്ലാം കാണും. വരാൻ പറയൂ.
വന്നു, പരിശോധിച്ചു. ആ കുത്തിയതിൻ്റെ ഇതുകൊണ്ട് ചെറുതായിട്ടൊരു ഞരമ്പ് തായി നീള, അത് കൂടിച്ചേരാൻ പണി ഉണ്ട് എന്നും പറഞ്ഞ് കണ്ണിലൊക്കെ ഇത്തിരി മരുന്ന് വെച്ച് കെട്ടി നേരെ ആ തടാകത്തിലേക്ക് ഇറങ്ങി. ചെറിയൊരു ഫീസ് വരും, അതൊരു നിബന്ധനയാണ്, അത് ചെയ്യണം, ചിലവില്ല എന്നും പറഞ്ഞു. ശരി ആട്ടെ എന്നും പറഞ്ഞു അവർ നേരെ ഇറങ്ങി. വൈദ്യധർമ്മത്തിന് വേണ്ടിയിട്ടാണ് ഒരു ദക്ഷിണേ, അത് ഞങ്ങൾ ചോദിച്ചോളാം എന്നും പറഞ്ഞു വെള്ളത്തിലിറങ്ങി. മുങ്ങി അങ്ങോട്ട് പൊങ്ങിയപ്പോൾ 3 പേരും ഒരേ രൂപം ഒരേ ഭാവം. കുടുങ്ങിയില്ലോ, 3 ഒരേ രൂപം ഒരേ ഭാവം. അത്ഭുതമായി. 3 പേരും ഒരേ സ്പീഡിൽ ഒരുപോലെ കൈ നീട്ടിയിട്ട് സുകന്യെ വിളിച്ചു. കൺഫ്യൂഷനായി. ഭഗവാനെ, ഇതിലിപ്പോൾ ഏതാ? അപ്പോൾ തൻ്റെ അറിയില്ലല്ലോ, വല്ലാത്ത വിഷമാട്ടോ. അപ്പോൾ ഭഗവാനെയൊക്കെ ശരിക്കും നമ്മളെ എത്ര ഉരുണ്ട് നമസ്കരിച്ചാലാ മതിയാവുക അല്ലേ? എത്ര കോടി ആളുണ്ടെങ്കിലും ഓരോന്നും ഓരോ കോലത്തിലല്ലേ? എന്നിട്ട് തന്നെ ചിലർക്ക് ആൾ തെറ്റുണ്ടോയെന്ന് സംശയമുണ്ട് എന്നാ കേൾക്കണിരിക്കട്ടെ. ഏതായാലും ആ വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ അതിലേതായാലും മനസ്സിൽ വിഷമം വന്നിട്ട് പ്രാർത്ഥിച്ചു. കാരണം ഭർത്താവിനെ ഈശ്വരനെ പോലെ സേവിക്കുന്ന ആൾക്ക് വേറെ ധർമ്മം വേണ്ടെന്നാണ് പറയുക. ഇങ്ങനെയൊരു പരീക്ഷണം സ്വാമി എന്ന് പറഞ്ഞ് കണ്ണെന്ന് വെള്ളം വന്നു. ഒരു ചെറിയൊരു തെളിച്ചം ഹൃദയത്തിലുണ്ടായി. പെട്ടെന്ന് കണ്ണ് മിഴിച്ചപ്പോൾ മധ്യത്തിൽ നിൽക്കുന്ന ആള് കണ്ണ് ചിമ്മി അടയ്ക്കുന്നത് കണ്ടു. അതൊരു അടയാളമാണ്. കാരണം ദേവന്മാർ മിഴികൾ അടച്ചു തുറക്കില്ല. ഈ കണ്ണുകൾ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യണതും ഈ പ്രയോഗം മുഴുവൻ മനുഷ്യന്മാരായി ചെയ്യുക. ഉടനെ തൻ്റെ ഭർത്താവിനെ അറിഞ്ഞ് അദ്ദേഹത്തിനെ കരം ഗ്രഹിച്ചപ്പോൾ അവരുടെ പാതിവർത്യ ധർമ്മം ആലോചിച്ചുകൊണ്ട് അവർ അത്ഭുതപരതന്ത്രമായിട്ട് നമസ്കരിച്ചു. അങ്ങനെ 2 ദിവസം കൂടിയിട്ട് പോവാം. ആശ്രമത്തിൽ കൂടി നന്നായിട്ട് ഓട്ടടയും പലാരൊക്കെ ഉണ്ടാക്കും. സുകന്യയുടെ കൈപ്പുണ്യം അസല് കൈപ്പുണ്യമാണേ. എന്തെങ്കിലുമൊക്കെ കുത്തി കണിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക രുചിയാണ്. നമ്മുടെ ഇവിടുത്തെയും ചാപ്പാടൊക്കെ നന്നാവുന്നുണ്ട് കേട്ടോ. അതെ, ഏതായാലും അങ്ങനെ അവർ നോക്കുമ്പോൾ നെല്ലിക്കും കാര്യങ്ങളൊക്കെ ധാരാളം ഉണ്ട് അവിടെ. ആശ്രമ മുറ്റത്തെ നെല്ലിയുള്ളവിടെ വെള്ളം ഉണ്ടാവും, നല്ല അശുദ്ധമായിട്ടുള്ള വെള്ളം ഉണ്ടാവും. അതാണ്. അതിനൊക്കെ അങ്ങോട്ട് പറിച്ചിട്ട് ഒരു രസായന കൂട്ടം അങ്ങോട്ട് ഉണ്ടാക്കി മഹർഷിക്ക് അങ്ങോട്ട് കൊടുത്തു. അതാണ് ചെവന പ്രാശം. ആള് കുട്ടപ്പനായി. ഇങ്ങനെ ഇരുന്നപ്പോൾ അവരോട് ചോദിച്ചു. 2 ദിവസം താമസിച്ചു. 3-ാം ദിവസം അവർ പോകാൻ ഒരുങ്ങിയപ്പോൾ ചോദിച്ചു, അതെ ദേവവൈദ്യന്മാരെ, നിങ്ങളിപ്പോൾ എനിക്ക് സൗന്ദര്യവും തന്നു, ആരോഗ്യവും തന്നു, കാഴ്ചയും തന്നു, ഞാനൊന്നും നിങ്ങൾക്ക് തന്നിട്ടില്ല. ഈ എന്തെങ്കിലും ഒന്ന് സ്വീകരിച്ചിട്ട് തിരിച്ചൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അത് കട. വാങ്ങിയതിന് എന്തെങ്കിലും ഒന്ന് കൊടുക്കണം. അപ്പോൾ എനിക്കെന്തെങ്കിലും തിരിച്ചു ചെയ്യണമെന്ന് മോഹമുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ കടങ്കാരനാവും. അതുകൊണ്ട് എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഞാൻ എൻ്റെ തപസ്സിൻ്റെ പുണ്യം കൊണ്ട് ഞാനത് നടത്തിത്തരാം. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വൈദ്യന്മാരെ എന്ന് വിളിച്ച് കളിയാക്കലുണ്ട്. ഇന്ദ്രനൊക്കെ യാഗസ്ഥലത്തൊന്നും ഞങ്ങൾക്ക് അങ്ങനെ അഡ്മിഷൻ പതിവില്ല. ഇങ്ങനെ നിറഞ്ഞിരിക്കും. ഞങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അത് മാറ്റി നിർത്താനും അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് യാഗസ്ഥലത്ത് നിന്ന് ഇത്തിരി സോമം സ്വീകരിക്കണം എന്നൊരു മോഹമുണ്ട്. അതിനെന്താ വിരോധം? വഴിയുണ്ടാക്കാം, വൈകില്ല എന്നും പറഞ്ഞു അവരെ പറഞ്ഞയച്ചു. ഇതാണ് മഹാത്മാക്കൾക്ക് ചിന്തിച്ചാൽ മതി, ഇരിക്കുന്നവിടേക്ക് എല്ലാം വന്നോളും അല്ലേ? അങ്ങനെ ആരോ പറഞ്ഞു, 1-2 പാക്കറ്റ് മുട്ടായി ഇന്നലെ കുട്ടികളെ കൊണ്ട് വാങ്ങിപ്പിച്ചു. അവരെ കൊണ്ടേ മക്കളെ കാണുമ്പോൾ അല്ലേ എന്തെങ്കിലും കൊടുക്കണ്ടേ? ശരാ. അപ്പോൾ ഇനിയിപ്പോൾ അവനുണ്ടാവുമോ എന്നറിയില്ല. ഇത് കഴിഞ്ഞപ്പോൾ എന്താ ചെയ്യാന്നൊരു ആലോചന ഉണ്ടായപ്പോഴത്തേക്ക് മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും ആ ഒരു ചിന്ത വന്നപ്പോഴത്തേക്ക് എന്തായി, ശര്യാദി മഹാരാജാവിന് മകളെ കാണാനുള്ളൊരു താല്പര്യം ഉണ്ടായി. നേരെ വന്നപ്പോൾ സുന്ദരനായിട്ടൊരു ഗന്ധർവ യുവാവ് ആശ്രമത്തിൻ്റെ മുറ്റത്തുള്ള പാറയിലിരുന്ന് സൂര്യധ്യാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണിങ്ങനെ മെഴിച്ചിങ്ങനെ നോക്കി ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. മകള് പൂച്ചെടി നനയ്ക്കണമുണ്ട്. അദ്ദേഹം ഒന്ന് ഞെട്ടി. ആ ആശ്രമത്തിൻ്റെ മുറ്റത്ത് എത്താറായ ആള് നേരെ തിരിച്ചു നടന്നു. കാരണം എന്താ? തൻ്റെ മകള് കുലഭ്രംശം വരുന്ന പണി ചെയ്തു, ചതിച്ചു. വയസ്സനാണെങ്കിലും തൻ്റെ മരുവൻ നല്ലൊരുത്തനായിരുന്നു. അച്ഛൻ തിരിച്ചു നടന്നപ്പോൾ ഈ ഷാളിൻ്റെ വെളിച്ചത്തിലുള്ള ഒരു രൂപം പോണ് കണ്ടപ്പോൾ നോക്കുമ്പോൾ തൻ്റെ അച്ഛനാണ്. ഓടി ചെന്നു, അച്ഛനെന്താ ഇങ്ങനെ, ഇതാണ് വഴി,
വഴി മാറിയോ നീയെന്ന് ഇപ്പം എനിക്കൊരു സംശയം. മൂപ്പരോഗ ആദ്യത്തെ ഡയലോഗാ, നീ വഴി മാറിയോ എന്ന് എനിക്കൊരു സംശയം. എന്താ അച്ഛൻ ഇങ്ങനെ പറഞ്ഞത്? അല്ല എങ്ങനെ പിന്നെ പറയാ? നീ ആ സ്വാമിയുടെ ബോഡി എന്താ ചെയ്ത്? കുഴിച്ചിട്ടു. പാവം വല്ലതും മനസ്സിലാക്കി. അച്ഛൻ തെറ്റായിട്ടുള്ള ധാരണയിലാണെന്ന് മനസ്സിലായപ്പോൾ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, അച്ഛാ അച്ഛൻ്റെ മകളല്ലേ ഞാൻ, അങ്ങനെ കുലഭ്രംശം ഉണ്ടാകുന്നൊരു കർമ്മം ഞാൻ ചെയ്യുമോ? അങ്ങനെയല്ലല്ലോ നമ്മളെ വളർത്തിയത് അല്ലേ? ധർമ്മം പഠിപ്പിച്ചിട്ടാണല്ലോ ചെറുപ്പം മുതൽ തന്നെ ആത്മീയ സംസ്കാരവും ധർമ്മബോധവും നമ്മളിൽ തന്നിട്ടുണ്ട്. ഒരിക്കലും ആ കീർത്തിഭ്രംശം ഉണ്ടാവുന്നൊരു കർമ്മം നമ്മുടെ ഭാഗത്ത് ഉണ്ടായിട്ടുമില്ല. ഇത് നിങ്ങളുടെ എല്ലാവരുടെയും പുണ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഭഗവാൻ അമ്മയുടെയൊക്കെ ഒരു കാരുണ്യം കൊണ്ട് ദേവവൈദ്യന്മാർ ഇവിടെ വന്നിട്ട് അവർ അത്ഭുതം പ്രവർത്തിച്ചു. അതാണ് ഉണ്ടായത് എന്ന് പറഞ്ഞു. കരഞ്ഞു സന്തോഷം കൊണ്ടേ. അദ്ദേഹത്തിന് എന്തെന്നില്ലാത്ത സന്തോഷമായി. കാരണം സുന്ദരനായിട്ടുള്ള മരുവനെ കിട്ടിയല്ലോ. കാരണം വലിയ സന്തോഷമായി. നേരെ വന്നു. മഹാരാജാവ് മരുവനാവറിൻ്റെ കാര്യമില്ല, തപസ്യല്ലേ, നമസ്കരിച്ചു. എന്താ ഞാനിവിടേക്ക് ഡവറിയൊന്നും കൊടുത്തില്ലല്ലോ അല്ലേ, പെട്ടെന്ന് അങ്ങനെ അങ്ങനെ പറഞ്ഞയച്ചല്ലേ. അപ്പോൾ ആ അർത്ഥത്തിലല്ല, എന്താ അപ്പം ഞാൻ ചെയ്യേണ്ടതെന്നായി പിന്നെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്കായിട്ടൊന്നും ചെയ്യണ്ട, ദേവന്മാർക്ക് വേണ്ടിയിട്ട് സോമം കൊടുക്കാനായി ഒരു യാഗം ചെയ്യണം, അതിനുള്ളൊരു ഏർപ്പാട് ചെയ്താൽ നന്നായി. ഗംഭീരമായിട്ടുള്ള യാഗത്തിനുള്ള ഏർപ്പാട് ചെയ്തു. ആ യാഗസ്ഥലത്ത് വിശിഷ്ടമായിട്ടുള്ള 2 കസേരകൾ, ആസനങ്ങൾ ഒരുക്കിയിരുത്തി. നാസത്യന്മാരവിടെ വന്നു. ആ ഉയർന്ന കസേരയെല്ലാം കൂടി ഇരിക്കുമ്പോൾ ഇന്ദ്രനൊരു പ്രത്യേകതയുണ്ട്. ആര് യാഗം ചെയ്യണമെങ്കിൽ ഇന്ദ്രൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവും. ഇന്ദ്രൻ വന്നപ്പോൾ തനിക്കിഷ്ടമില്ലാത്ത 2 ചങ്ങായിമാരവിടെ ഇരിക്കുക. അങ്ങനെയാണ്. അല്ലാതെ ഈ മനസ്സിൽ പകയുണ്ടെങ്കിൽ എന്ത് ക്വാളിറ്റി ഉള്ളവരാണെങ്കിലും വലിയ വിഷമമാണ്. ഇത് സത്സംഗമല്ല കേട്ടോ. പ്രഭാഷണത്തിൽ മാച്ചോളമുണ്ടോ സുശേഷം ഒരു അനുഭവം പറയാം. നമ്മുടെ നാട്ടിലൊരു കല്യാണം നടക്കുക. നമ്മളും പോയി. ഒരു തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഒരു എഞ്ചിനീയറുണ്ട്. അദ്ദേഹം നമ്മുടെ ഒരു അകന്ന ബന്ധുവാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ ചെറിയച്ഛനും മകനും അദ്ദേഹം തമ്മിൽ നല്ല വൈരുദ്ധ്യ. അപ്പോൾ ഞങ്ങൾ കല്യാണ സ്ഥലത്തേക്ക് പോകുമ്പോൾ അന്ന് ഹാളിലൊന്നുമില്ലല്ലോ, വീട്ടിലല്ലേ നടക്കുക, വധൂഗൃഹത്തിൽ അല്ലേ, അങ്ങനെയാണല്ലോ. അപ്പോൾ ഒരു മേശയൊക്കെ ഇട്ടിട്ടുണ്ട്, വെറ്റിലേക്ക് അങ്ങനെ ഭംഗിയായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്, പഴച്ചീർപ്പും ഇതൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഈ ബന്ധുമ എന്നൊക്കെ ഒരു സമ്പ്രദായം ഉണ്ടല്ലോ. ഇതിലിരിക്കുന്നത് ആരാണെന്നറിയോ? ഇദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത ഇദ്ദേഹത്തിൻ്റെ സഹോദരനാണ്. അത് കണ്ടത് മൂപ്പര് പല്ലരങ്ങി. അതിനൊരു പ്രതികരണം ചെയ്യണമെന്ന് അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴേക്ക് ഒരു പട്ടി അധികം വന്നു. പട്ടി വ്യവസ്ഥയുണ്ടോ നിനക്ക്? നീ ഇരിക്കേണ്ട എവിടെയാണോ ഇരിക്കുന്നത്? ആലോചിച്ച് നോക്കൂ. പട്ടി ആകെ സങ്കടപ്പെട്ടു. ഇയാളിനെ നോക്കി ആരും എന്നെ ഇതുവരെ മുഖത്ത് നോക്കി പട്ടിയെന്ന് വിളിച്ചിട്ടില്ല എന്നും പറഞ്ഞിട്ടാണ് പട്ടി ഓടിയത്. മറ്റേയാൾക്ക് മനസ്സിലായി ഇവൻ എവിടേക്കായി കൊളുത്തിയത് എന്ന്. അദ്ദേഹം വേഗം വേറെ ആളെ ഇരുത്തിയിട്ട് എണീച്ചു പോയി. ഇവൻ്റെ പ്രാക്ക് കേൾക്കണ്ട എന്നും പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എന്നെന്താ അറിയോ? ഇഷ്ടക്കുറവുള്ള ആൾ ഒരു വലിയൊരു സ്ഥാനത്തിരിക്കുന്നത് കണ്ടാൽ മറ്റേരു ഉള്ളിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവും. അങ്ങനെ ഇന്ദ്രൻ അങ്ങോട്ട് തുടങ്ങി. കൊള്ളരുതാത്തവന്മാരെ വിളിച്ച് വലിയ കസേരയിട്ടിരുത്താൻ ആരങ്ങയോട് പറഞ്ഞു എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, ആരും പറഞ്ഞിട്ടല്ല, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ യാഗം ചെയ്തത്. അങ്ങയ്ക്ക് വേണമെങ്കിൽ അങ്ങയ്ക്ക് വേണ്ടി മാത്രമായിട്ടൊരു യാഗം ഞാൻ നടത്തി തരാം, ഇതിൽ ഇടപെടണ്ട, ഇത് സ്വകാര്യമാണ് എന്ന് പറഞ്ഞപ്പോൾ അതിന് ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ ആയുധം അങ്ങയുടെ കഴുത്തിൽ അങ്ങോട്ട് കയറും എന്നങ്ങോട്ട് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് ഓങ്ങിയതും അദ്ദേഹത്തിൻ്റെ തപോവൈഭവമാണ്. യജ്ഞകുണ്ടത്തിൽ യജ്ഞം നടന്നുകൊണ്ടിരിക്കുകയല്ലേ, സ്തംഭിച്ചങ്ങോട്ട് നിന്നു. ഇളകാൻ വയ്യ, ഇങ്ങനെയും ഇളകാൻ വയ്യ. അവസാനം നിലവിളി കൂട്ടിയിട്ട് മനസ്സുകൊണ്ട് അജ്ഞാനദിവിനാന്നസ്യ ഞാൻ ഗുരുനാഥനെ വിളിക്കണേ. പാവം ഗുരുനാഥൻ വന്നു. ഇന്ദിര അങ്ങനെ പോയിട്ട് ഏടാവടങ്ങളെ ഏണി വെച്ച് പിടിച്ചാൽ എന്താ ചെയ്യുക? അദ്ദേഹം വലിയൊരു തപസ്യാണ്. അദ്ദേഹത്തിനോട് ഒന്നും നടക്കില്ല. സമസ്താപരാധം പറഞ്ഞ് വീണോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇളകാൻ വയ്യ, സാരില്ല, മനസ്സുകൊണ്ട് ക്ഷമാപണം ചെയ്യൂ, അപ്പോൾ ശരീരം ചലിക്കും, അപ്പോൾ വീണോളൂ. അതിനകം ഈ യജ്ഞകുണ്ടത്തിൽ നിന്നൊരു കൃത്തി ഉണ്ടായി. ആ കൃത്തി ഇദ്ദേഹത്തിന് വിഴുങ്ങുന്നുള്ള നില വന്നു. സംസ്ഥാപരാധം പറഞ്ഞ് ചെവനമനുടെ കാൽക്കലങ്ങടെ വീണപ്പോൾ പാവം അദ്ദേഹത്തിന് മനസ്സലിഞ്ഞു. ആ കൃത്തിയെ 4 ഭാഗങ്ങളിൽ വിഭജിച്ച് അദ്ദേഹത്തിനെ മുക്തനാക്കി. അവസാനം ഇന്ദ്രൻ പറഞ്ഞു, ക്ഷമിക്കണം കേട്ടോ, ഞാൻ അങ്ങയുടെ കീർത്തി സമാജത്തിലൊന്ന് വളരട്ടെ എന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ്, തിരുവള്ളക്കേട് ഉണ്ടാവരുത് എന്നൊക്കെ പറഞ്ഞു. അന്ന് മുതൽക്കാണത്ര ഈ ഇങ്ങനെ നിൽക്കുന്ന എന്താ പറയുക, ടേബിളോ അതുണ്ടായത് എന്നാണ്. അപ്പോൾ ആദ്യമായിട്ട് ടേബിളായിട്ട് നിന്ന ആരാ? ഇന്ദ്രനാണെന്ന് പറയാണ്. അങ്ങനെയാണ് ആ കഥകൾ വരുന്നത്. ബാക്കിയുള്ള കഥകൾ നമുക്ക് ഉൾക്കൊള്ളണമെങ്കിൽ ആ ഊർജ്ജ സംഭരണം നേടിയതിന് ശേഷം വേണം ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടാണ്
സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ. നാരായണ.